യാഗോസ് മയ്യത്തി ഞാൻ എന്തു ആക്കിട്ട് അപ്പൊ ഞാൻ ഇത്ര തന്നെ ആക്കിയത് അതിനെന്തിനു ജോൻ ഇങ്ങനെ അടുങ്ങാറാക്കുന്നത് നമ്മളെ. ഏത് ഭാഷ? കാസർഗോഡ്. ഇതെന്റെ ഫ്രണ്ട് പറയുന്ന ഒരു കാര്യം. യാഗോസ് മയ്യത്ത് എന്താണെന്റെ മീനിങ് എനിക്ക് അറിഞ്ഞൂടാ. ഓ മൈ ഗോഡ് നമ്മൾ പറയില്ലേ, അതുപോലെ അവര് എന്റെ ഫ്രണ്ട് പറഞ്ഞതാ യാഗോസ് മയ്യത്തി എന്താക്കുന്നവേ അങ്ങനെ പറയും. ഇത് പറഞ്ഞ് മനസ്സിലാക്കി എടുക്കാൻ കുറച്ച് പാടാണ്. ഇറ്റ് നീഡ്സ് എന്താ പറയാ പ്രാക്ടീസ്, എന്നാലേ ഇത് മനസ്സിലാവുള്ളൂ. ഓക്കെ, നമ്മളിപ്പൊ മഹിമ നമ്പ്യാന്ന് ചുമ്മാ ഇൻസ്റ്റഗ്രാമിൽ അടിച്ചു നോക്കുകയാണെങ്കിൽ എനിക്ക് 2 റോട്ട് വീലർ 13 പൂച്ച. അയ്യോ, അത് ഒരുപാട് പേര് എന്നെ ട്രോൾ ചെയ്ത് കൊന്നു. എന്താന്ന് വെച്ചാ ഞാനും പഴവും കഴിക്കുന്ന ഇത് തന്നെ ഞാൻ ഇന്റർവ്യൂവിൽ പറയും. എന്റെ അടുത്ത് 2 റോട്ട് വീലർ ഉണ്ടെന്നൊക്കെ പറയും പലരും. ഞാനതൊരു ഭയങ്കര പ്രൗഡായി പറയുന്നു. നമ്മള് പറയാറുണ്ട് നമ്മുടെ ഇന്ത്യ വളർത്തണം, ഇന്ത്യൻ ബ്രീഡ്സ് വളർത്തണം എന്നൊക്കെ പറയുന്നിടത്ത് ഇവളെന്താണ് ഇങ്ങനെ പൊങ്ങച്ചം പറയണം. അതൊന്നും അല്ല. ആക്ച്വലി അത് റോട്ട് വെയിലർ ആയതുകൊണ്ടല്ല ഞാൻ അങ്ങനെ പറഞ്ഞത്. എനിക്ക് എന്റെ പെറ്റ്സ് ഭയങ്കര ഫേവറേറ്റ്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടത് അതൊക്കെ. അപ്പൊ അതിനെപ്പറ്റി പറയുമ്പോൾ ഞാൻ ഓട്ടോമാറ്റിക്കലി ഞാൻ ഭയങ്കര പ്രൗഡ് ആവും. എന്റെ റോട്ട് വെയിലേഴ്സിനെ ഞാൻ വളർത്തിയത് ഇപ്പൊ നമ്മൾ പറയുമല്ലോ, ഇപ്പൊ സിംഗിൾ ഓണർ ഡോഗ്സിന്റെ കാര്യത്തിലൊക്കെ പലരും ചോദിക്കുന്ന കാര്യമാണ് ഭയങ്കര ഫെറോഷ്യസ് ആയിരിക്കില്ലേ, ഭയങ്കര അഗ്രസീവ് ആയിരിക്കില്ലേ എന്നുള്ളതൊക്കെ. പക്ഷെ എനിക്കൊന്നും നമ്മൾ വളർത്തുന്ന രീതിനനുസരിച്ചായിരിക്കും അതുണ്ടാവുക. അപ്പൊ എന്റെ റോട്ട് വെയിലർ ഞാൻ ഭയങ്കര സോഷ്യൽ ആയിട്ടാണ് വളർത്തിയേക്കുന്നത്. ഞങ്ങൾ വീട്ടിൽ ബെഡിൽ കിടക്കുമ്പോൾ എന്റെ കൂടെ കിടന്ന് ഉറങ്ങുന്നതൊക്കെയാ. അപ്പം അവർക്ക് മനുഷ്യന്മാരെ കാണുമ്പം എന്റെ വീട്ടിൽ ആക്ച്വലി പൂച്ചകളാണ് ഭയങ്കര സാധനങ്ങൾ, പട്ടികൾ ഭയങ്കര പാവങ്ങളാണ്. അപ്പം അതിനെപ്പറ്റി പറയുമ്പോൾ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആവും. അപ്പം അങ്ങനെയായിരിക്കും. ആക്ട്രസ് മധുബാലയെ പോലെ ഇരിക്കുന്ന എത്ര പേര് കോംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട്? ആക്ച്വലി കുറച്ചു പേരൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എനിക്ക് എന്താന്ന് പറഞ്ഞാ എന്റെ ഫേസ് എനിക്ക് ഒന്ന് പല ആംഗിളിൽ നിന്നും പല രീതിയിലൊക്കെ തോന്നും. ചിലർ എന്റെ അടുത്ത് ഭാമേനെ പോലെ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ചിലരുടെ പഴയ ഒരു ആക്ട്രസ് ഉണ്ട്, ഹീര, അറിയോന്ന് അറിഞ്ഞൂടാ, ഒരു തമിഴിലൊക്കെ അഭിനയിച്ച ഒരു ആക്ട്രസ് ഉണ്ട്, ഹീര. അതുപോലെ ദിവ്യ ഭാരതി എന്ന് പറഞ്ഞിട്ട് ഒരു ഹീറോയിൻ ഉണ്ടായിരുന്നു പണ്ട്. അപ്പൊ ഇതെല്ലാം പറയാറുണ്ട്. എല്ലാം മിക്സ് ചെയ്ത ഒരു അവിയൽ പരിവാണെന്ന് പറഞ്ഞിട്ടുണ്ട്. മഹിമ കുറച്ച് സ്പിരിച്വൽ ആണോ? കയ്യിലാണെങ്കിൽ ബ്ലാക്ക് ബീഡ്സ് ഉണ്ട്. നേരത്തെയും നമുക്ക് എപ്പം മഹിമ ഇന്റർവ്യൂ തരാൻ വന്നാലും കയ്യിൽ നോട്ട് ചെയ്തായിരുന്നു. പിന്നെ ഇതെന്റെ കഴുത്തിലായിരിക്കും എപ്പോഴും ഉണ്ടാവാറ്. യൂഷ്വലി കഴുത്തിലായിരിക്കും ഉണ്ടാവുക. പക്ഷെ ഇന്റർവ്യൂസ് അങ്ങനെ പബ്ലിക് അപ്പിയറൻസ് എങ്ങനെയൊക്കെ മീഡിയയുടെ ഫ്രണ്ടിൽ വരുമ്പോൾ മാത്രം, ബിക്കോസ് നമ്മൾ ഒരാളുടെ ഔട്ട്ഫിറ്റ് ഇടുമ്പോൾ അതിന് കുറച്ച് ജസ്റ്റിസ് കൊടുക്കണം. ഒരു ഡിസൈനറിന്റെ ഔട്ട്ഫിറ്റ് ഇടുമ്പോൾ അതുകൊണ്ട് മാത്രം കയ്യിൽ മാറ്റി കെട്ടുന്നതാണ്. ഐ എം സ്പിരിച്വൽ. പക്ഷെ എന്റെ ബിലീഫ്സ് ഞാൻ ആരെയും എന്താന്നൊക്കെ പറഞ്ഞ് ഞാൻ ആരെയും ഇൻഫ്ലുവൻസ് ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല. ബട്ട് ഐ ആം സ്പിരിച്വൽ. ഹൗ അഡിക്റ്റഡ് ആർ യു ടു കോഫി? കാരണം ഞാൻ ഇൻസ്റ്റഗ്രാമിൽ ബയോ കണ്ടു കഫീൻ ഡിപെൻഡന്റ് ഭയങ്കരമാണ് എനിക്ക്. പക്ഷെ ഞാൻ കോഫിയിലൊന്നും ഷുഗറും മിൽക്കും ഒന്നും ആഡ് ചെയ്യില്ല. പ്ലെയിൻ കോഫി. എന്റെ അമ്മ ഭയങ്കരമാണ്. പക്ഷെ അമ്മ നീ എങ്ങനെയായിട്ട് ഇത് കുടിക്കുന്നതെന്ന് ചോദിക്കും എന്റെ അടുത്ത്.